മൂൺ ബാക്ക് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. 1980, 90 കാലഘട്ടത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ബ്രേക്ക് ഡാൻസ് ആണ്. ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹരം തന്നെയായിരുന്നു. നമ്മൾ കാസറ്റ് മേടിച്ചിട്ട് നമ്മുടെ ടേപ്പ് റെക്കോർഡിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിൽ നമ്മളിങ്ങനെ വിരലമർത്തി മൈക്കിൾ ജാക്സന്റെ പാട്ടുകൾ അടിപൊളിയായിട്ട് അതിനനുസരിച്ച് ചൂടുകൾ വെക്കുക, ഈ ചില്ലിലൂടെ ഇങ്ങനെ പിടിച്ച് പോവുക, അതുപോലെ തന്നെ കയറിങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ ആ ഒരു ടൈപ്പ് ഡാൻസുകളൊക്കെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ. എല്ലാ പിള്ളേരും അടിപൊളിയായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്ന സ്റ്റെപ്പുകളിൽ കൂടുതൽ ഇതായിരിക്കും. അപ്പൊ ആ മൂൺ ബാക്ക് എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സന്റെ പ്രസിദ്ധമായിട്ടുള്ള ചലനങ്ങളെ ചേർത്ത് വെച്ചിട്ടുകൊണ്ട് ആ ചലനങ്ങളുടെ ആ പേര് എടുത്തുകൊണ്ട് ഒരു മലയാള സിനിമ ഇതാ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. 2020 ചിത്രം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതെങ്കിലും ഇപ്പോഴാണ് ചിത്രം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. വിനോദ് ഏക്കയാണ് ഇതിന്റെ സംവിധാനം. ലിജോ പല്ലിശ്ശേരി അവതരിപ്പിക്കുന്ന ചിത്രമാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ ആണ് ഇതിന്റെ നിർമ്മാണം. നമുക്ക് എന്തായാലും ഈ ചിത്രം വളരെ പ്രിയപ്പെട്ടതായി മാറുന്നു. കാരണം ലിജോ പല്ലിശ്ശേരി അങ്ങനെ ചില്ലറ ചിത്രങ്ങളൊന്നും പോയി ഇങ്ങനെ പിടിച്ചെടുക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ അങ്കമാലി ഡയറീസ് ഇല്ലല്ലോ, അതിൽ ചെറുപ്പക്കാരായിട്ട് കുറെ പിള്ളേരാണ് അഭിനയിച്ചത്. പെപ്പെ അതിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരും വിചാരിച്ചില്ല പെപ്പയൊക്കെ ഇത്രയും വലിയ നടനായി മാറുന്നു. അതേപോലെ തന്നെയാണ് മൂൺ ബാക്ക് എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ കുറെ ചെറുപ്പക്കാര് പിള്ളേര് അവരുടെ കഴിവ് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ നമുക്ക് ട്രെയിലർ ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. പടയോട്ടം സിനിമയുടെ കാസ്റ്റാണല്ലോ അവരിട്ടത്. വരും ലിജോ പല്ലിശ്ശേരി പ്രസൻസ്. നടക്കുന്നില്ലടാ, അവന്റെ മുടിയുണ്ടോ ഇങ്ങനൊക്കെ? അമ്മോ, പക്ഷെ അളിയാ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തില്ല അവന്മാർ. അത് നമ്മുടെ ഡിക്കിക്ക് എല്ലാവരുടെ മനസ്സിൽ ബ്രേക്ക് ഡാൻസ് ഒരു ഹരമായിട്ട് വന്നേക്കണല്ലേ. പഠിക്കണ പിള്ളേരാണ് എല്ലാവരും മുടിയൊക്കെ ശല്യങ്ങൾ ചെവിയും കേട്ടൂടെ നിർത്തിയിട്ട് പോടേ. മുടിയും വളർത്തി കാലിന്റെ ബൈക്ക് വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പഠിക്കണ പിള്ളേരാണ്, 4 അക്ഷരം പഠിച്ച് രക്ഷപ്പെടട്ടെ. സ്റ്റേജിൽ നിക്കണ കാണാൻ തന്നെ ഇഷ്ടമാണ്. നീ അവന്മാരെ ഡാൻസ് ഉണ്ട്, അവന്മാരെ ടൈമിങ്ങും പ്രൊഫഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അവന്മാരെ പോലെ തന്നെ അതിനപ്പുറം ചെയ്യണം. Acid rain. Still, I want to dance. I want to dance dangerously. Presenting moonwalkers, dancing dangerously. നമ്മൾ മത്സരിക്കാൻ വന്നല്ല, ജയിക്കാൻ വന്നളിയാ. മൂൺ ബാക്ക് നടന്നു തന്നെ നോക്കിയേ. മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പുകൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. കാരണം ആ കാലത്ത് ഇതേപോലെ ബ്രേക്ക് ഡാൻസ് ഒക്കെ എല്ലാവരും കൂടി കൂട്ടം ചേർന്നിട്ട് ഒരു ഗ്യാങ് ആയിട്ട് ഒരു ടീമായിട്ടൊക്കെ പഠിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്താൻ വരും. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു. അവർ മുടിയൊക്കെ വളർത്തി പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മുടി വളർത്തിയതിൻ്റെ പേരിൽ കളിയാക്കും. കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ കാത് കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കും. അവരെന്തൊക്കെ ചെയ്യുന്ന അതിനെയൊക്കെ കളിയാക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പൊ അതിന്റെ ഇടയിൽ പോലും അവര് ഇതുപോലെ ഓരോരോ സ്റ്റെപ്പുകളൊക്കെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് ഓരോ പാട്ടുകൾക്ക് കോർത്തിണക്കി അവര് പരിപാടികൾക്കൊക്കെ പോവുകയും അതൊക്കെ നല്ലൊരു കാലം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആ കാലത്ത് തന്നെയായിരുന്നു അക്രോമാറ്റിക് എന്ന് പറഞ്ഞൊരു ഡാൻസും കൂടി ഇതിന്റെ കൂടി ചേർന്നൊക്കെ വന്നത്. അപ്പൊ ആ ഒരു ഓർമ്മകളെ കൂട്ടിയിണക്കിക്കൊണ്ട് 1980, 90, 95 ആ ഒരു വർഷങ്ങളിലൊക്കെ അരങ്ങേറിയ ആ ബ്രേക്ക് ഡാൻസിന്റെ ഹരത്തെ മുന്നിലേക്ക് എടുത്തു വെച്ച് നീട്ടിയിരിക്കുകയാണ് വിനോദ് ഏക്കെ എന്ന സംവിധായകൻ. അപ്പൊ ഈ സിനിമ അടിപൊളിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.